ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് വീണ്ടും മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡ്. സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയായ കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് അനക്സിന്റെ മുൻവശത്തായി ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രകാശനത്തിൻ്റെതാണ് ഈ ഫ്ലെക്സ് ബോർഡ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ ഇടത് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് അനക്സ് പരിസരത്ത് ആണ് ഈ ഫ്ലെക്സ് ബോർഡ് പൊങ്ങിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ ഇടത് സംഘടന മുൻപും സമാന രീതിയിൽ ഫ്ലെക്സ് ബോർഡ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു. ഈ മാസം 28-ാം തീയതി സർക്കാരിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി കമൽഹാസൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം സർക്കാർ മൂന്നാമതും തുടരുമെന്നും ഫ്ലെക്സിലുണ്ട്. മുൻപ് ഇതേ സംഘടന സെക്രട്ടേറിയറ്റിലെ കണ്ടോൺമെന്റ് ഗേറ്റിന് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. അത് വിവാദവുമായിരുന്നു. തുടർന്ന് ഹൈക്കോടതി അത് നീക്കം ചെയ്യാനുള്ള ഉത്തരവിട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് തന്നെയാണ് ഈ സംഘടന പറയുന്നത്. മുൻപും സമാന രീതിയിൽ ഈ സംഘടനയുടെ ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്തിരുന്നു. ഇനി എപ്പോഴാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യുക എന്ന് നമുക്ക് കണ്ടറിയാം.